നമസ്കാരം. പ്രമുഖ നടൻ മോഹൻരാജ് അന്തരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കിരീടം എന്ന ചിത്രത്തിലൂടെ പ്രമുഖനായ കീരിക്കാടൻ ജോസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമുക്ക് മലയാളികൾക്കെല്ലാം തന്നെ അത്തരത്തിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കീരിക്കാടൻ ജോസ് അന്തരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തെ പൊതുദർശനത്തിനായി കാഞ്ഞിരംകുളത്തെ സഭാസന്ധിയുടെ തൊട്ടരികെയുള്ള കാഞ്ഞിരംകുളത്തെ ദൃശ്യ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതു ദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. എന്തായാലും സുപരിചിതനായ നടനാണ് മോഹൻരാജ്. മലയാളികൾക്ക് എന്നും കിരീടം സിനിമയിലെ അതികായനായ വില്ലൻ വേഷം ചെയ്താണ് അദ്ദേഹം ശ്രദ്ധ ആകർഷിച്ചത്. സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് നടൻ്റെ മരണവാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. കിരീടം സിനിമയ്ക്ക് ശേഷം തന്നെ ചിത്രങ്ങളായ ചെപ്പ് കിലുക്കണ ചങ്ങാതി, രാജപുത്രൻ, അതുകൂടാതെ സ്റ്റാലിൻ, ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എൻ്റെ സുഹൃത്തായ മോഹൻരാജ് എന്നഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി. ഇന്ന് 3 മണിയോടെ, കഴിഞ്ഞ ദിവസം 3 മണിയോടെ കാഞ്ഞിരംകുളത്തെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇന്ന് സംസ്കാരം എന്നാണ് മോഹൻരാജിൻ്റെ വേർപാട് അറിയിച്ചുകൊണ്ട് ദിനേശ് പണിക്കർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിപ്പ് ഇട്ടിരുന്നത്. വർഷങ്ങളായ അടുത്ത സൗഹൃദം മോഹൻരാജും ദിനേശ് പണിക്കരും തമ്മിലുണ്ട്. പേര് മോഹൻരാജ് എന്നാണ് എങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കീരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മോഹൻരാജിനെ അവസാനമായി ഒന്ന് കാണാൻ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമാ മേഖലയിലുള്ള നിരവധി പേർ എന്തായാലും എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള നാട്ടുകാരും കുടുംബങ്ങളും അടുത്ത ബന്ധുക്കളും എല്ലാവരും തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ ഇവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, ഇവിടെ ഭാര്യയുണ്ട്. എല്ലാവരും ഈ മൃതശരീരത്തിന് തൊട്ടരികെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും കീരിക്കാടൻ ജോസ് എന്നാണ് മലയാളികളിലെല്ലാവരും തന്നെ ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. എന്തായാലും രാഷ്ട്രീയ നേതാക്കളെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും എല്ലാം തന്നെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 5 മണിയോടുകൂടി അദ്ദേഹത്തെ സംസ്കരിക്കുമെന്നാണ്, മൃതശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഈ കാഞ്ഞിരംകുളത്തെ വീട്ടിൽ സംസ്കരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും തന്നെ ഈ ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. 1988 മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ചലച്ചിത്ര യാത്രയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായതും മലയാളികൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞതും ഈ ഒരു ചിത്രത്തിലൂടെയാണ്. അതായത് കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെയാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മലയാളികളെ പിരിഞ്ഞിരിക്കുകയാണ്, വിടവാങ്ങിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.